ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ പഠന ക്ലാസ്സുകളിലൂടെയാണല്ലോ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ തുടർ പഠനമാണ് നമ്മൾ ഇന്ന് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കി ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി, പരിശുദ്ധാത്മ നൽവരത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ അവിടുത്തെ വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാനും തക്കവണ്ണമുള്ള ആത്മീയമായ ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തിരുവചന ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും ഞങ്ങളുടെ ജീവിതം എൻ്റെ കർത്താവിന് പ്രസാദകരമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. തുടക്കം തന്നെ ശൈശവ സഹജമായ അനുഭവത്തിൽ നിന്നും ആത്മീയമായ മെച്യൂരിറ്റിയുടെ അനുഭവത്തിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും മാറ്റപ്പെടണം എന്ന് പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുകയാണ്. ശിശുക്കളെ പോലെയല്ല, ആത്മീയമായ പക്വത പ്രാപിച്ചവരായി ശുശ്രൂഷയിൽ വളരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിന് ഉപോദ്ബലകമായി എന്താണ് ക്രൈസ്തവ ശുശ്രൂഷ എന്നും എങ്ങനെയായിരിക്കണം ക്രിസ്തീയ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് എന്നും ക്രിസ്തീയ സുവിശേഷ പ്രവർത്തകർ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ പ്രവർത്തകർ, അവർ എപ്രകാരം അവരുടെ ജീവിതത്തെ ദൈവമുൻപാകെ സമർപ്പിക്കണമെന്നുമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് പൗലോസ്ലീഹ ഈ 3-ാം അധ്യായത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതിൽ ഒന്നാമതായിട്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചത് നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായിട്ട്, കൂട്ടുവേലക്കാരായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ കൂട്ടുവേലക്കാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുമ്പോൾ കർത്താവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ, അതുകൊണ്ടാണ് യേശു തമ്പുരാൻ തൻ്റെ അത്താഴ നാളിൽ പറഞ്ഞത്, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല വന്നത്, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം ശുശ്രൂഷിക്കുന്നവരായി തീരണം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി നിന്നുകൊണ്ട് ദൈവികമായ ശുശ്രൂഷ തൻ്റെ വയൽ പ്രദേശത്ത് നിർവഹിക്കുവാൻ തക്കവണ്ണം ആത്മീയമായ വിളിയുടെ അവകാശികളും ഓഹരിക്കാരുമാണ് നാം എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഒരു ഉദാഹരണമായിട്ട് ഓർമ്മിപ്പിച്ചത്, ഇത് ദൈവത്തിൻ്റെ ഒരു കൃഷിയാണ്. വിതക്കാരൻ വിതയ്ക്കുന്നു,
നനയ്ക്കുന്നവൻ നനയ്ക്കുന്നു. ഒരുപക്ഷെ പൗലോസ്ലീഹ കൊരിന്ത് സഭയിൽ അത് പറയാനുള്ള കാരണം അവരെ വിശ്വാസത്തിൽ ജനിപ്പിച്ചത്, ക്രൈസ്തവ വിശ്വാസം അവർക്ക് പകർന്നു കൊടുത്തത്, അവരെ ആത്മീയമായി നട്ടുപിടിപ്പിച്ചത് പൗലോസാണ്. എന്നാൽ പിന്നീട് അപ്പല്ലോസും അവിടെ ശുശ്രൂഷ നിർവഹിച്ചു. അപ്പല്ലോസിനെ ഒരു വിധത്തിലും ഇകഴ്ത്തി കാട്ടുവാനല്ല പൗലോസ് ഈ ഉദാഹരണം പറഞ്ഞത്. പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു. ഇത് ഞങ്ങളുടെ ശുശ്രൂഷയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷയാണ് ദൈവികമായ വചനത്തിൻ്റെ ശുശ്രൂഷ. അത് നമ്മൾ വിതയ്ക്കുകയും അല്ലെങ്കിൽ അതിനെ നടുകയും അതിനെ നനയ്ക്കുകയും ചെയ്യേണ്ടത് സുവിശേഷ പ്രവർത്തകരുടെ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരുടെ ശുശ്രൂഷയുടെ നിയോഗമാണ്. ആ നിയോഗം നമ്മൾ ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ചതായ ക്രിസ്തീയമായ ധർമ്മം നമ്മൾ നിറവേറ്റുന്നു. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പൗലോസാണോ വളരുമാറാക്കിയത്? അപ്പല്ലോസാണോ വളരുമാറാക്കിയത്? അവർ നട്ടു നനച്ചു, പക്ഷേ അത് വളരുമാറാക്കിയത് ദൈവമാണ്. നമ്മളെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ അത് ഭംഗിയായി ദൈവം മുൻപാകെ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ദൈവമാണ് അതിനെ വളർത്തുമാറാക്കുന്നത്. അത് വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുന്നു, അവരവരുടെ ധർമ്മം നിറവേറ്റട്ടെ, അവരവരുടെ ജോലി നിറവേറ്റട്ടെ. എന്നാൽ അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഉയരത്തിലുള്ള ദൈവമാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. അവിടെയാണ് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നും നിങ്ങൾ പരസ്പരം മുമ്പനാകാൻ ഇച്ഛിക്കുന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകണമെന്നും തിരുവചനം നമ്മെ പഠിപ്പിച്ചത്. ഇവിടെ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, യഹോവയായ ദൈവം ഓരോ മൃഗങ്ങൾക്കും പേരിടുവാനായിട്ട് ആദമിനെയാണ് ചുമതലപ്പെടുത്തിയത്. ദൈവം സൃഷ്ടിച്ചു, പക്ഷേ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായിട്ട് ആ സൃഷ്ടികൾക്ക് പേരിടുവാൻ തക്കവണ്ണമുള്ള നിയോഗം ദൈവം ആദമിനാണ് നൽകിയത്. ഇന്നും നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസം നമ്മൾ മറന്നു പോകരുത്. അതാണ് നമ്മളുടെ നിയോഗം, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള പൂർണ്ണമായ ഓർമ്മപ്പെടുത്തലുകൾ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അത് വെറുതെ അല്ല, അത് കഠിനാധ്വാനമായിട്ട് തന്നെ ചെയ്യണം എന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഉദാസീനതയോടോ ലാഘവത്തോടോ ചെയ്യാനുള്ളതല്ല ക്രിസ്തീയമായ ശുശ്രൂഷ. അത് വളരെ തീവ്രമായ ഉത്സാഹത്തോടും കഠിനാധ്വാനത്തോടും കൂടെ ചെയ്യേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്നുള്ള ഉത്തരവാദിത്തം. പൗലോസ്ലീഹ തന്നെ വിവിധ ലേഖനങ്ങളിൽ അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ വ്യക്തമായിട്ട് ഇപ്രകാരം പറയുന്നു, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് യഹോവയായ ദൈവമാകുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് നടലും അതുപോലെ തന്നെ നനയ്ക്കലും. നമ്മളുടെ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ, വിശ്വസ്തതയോടുകൂടി ചെയ്യുവാൻ കഴിയുമ്പോൾ, അതിനെ വളരുമാറാക്കി അതിന് പ്രതിഫലം നൽകുന്നത് യഹോവയായി ദൈവമാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകണം. ആ ശുശ്രൂഷയെന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. ആ അധ്വാനത്തിന് ഗ്രീക്ക് ഭാഷയിൽ അതിനെ കോപ്പോസ് എന്നാണ് പറയുന്നത്. കോപ്പോസ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്.
പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ അതിൻ്റെ 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, എങ്കിലും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു. എങ്കിലും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായിട്ടില്ല. എങ്കിലും അവരെല്ലാവരേക്കാൾ ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അപ്പോൾ അത്യന്തമുള്ള ഒരു അധ്വാനമാണ് ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. വീണ്ടും ഈ 1-ാം ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്, ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവർക്കും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവർക്കും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം. അത് അധ്വാനത്തിന് കീഴ്പ്പെട്ടിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ ഈ വേദഭാഗങ്ങളിലൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതും വെറുതെ ആയിപ്പോയി എന്ന് ഭയപ്പെടുന്നു. പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയിൽ അവരെ നട്ട് വളർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചതായ അധ്വാനം ഇപ്പോഴുള്ള അവരുടെ ജീവിത ശൈലി കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തതിൽ ഭയപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെടുന്നു എന്നാണ് പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിലൂടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, കർത്താവിൽ അധ്വാനിക്കുന്നവൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു. കർത്താവിൽ അധ്വാനിക്കുന്നവൻ. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വചന ധ്യാനത്തിനായി സമർപ്പിക്കപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനം ശുശ്രൂഷ നിർവഹിക്കുന്ന ബലഹീനനായ ഞാനും, അല്ലെങ്കിൽ എന്നെപ്പോലെ വചന ശുശ്രൂഷ ചെയ്യുന്ന ക്രൈസ്തവ ദാസന്മാർ, വചന ശുശ്രൂഷ ചെവിക്കൊള്ളുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ടതായ ഒരു പ്രധാന മർമ്മം, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ശുഷ്കാന്തിയോടുകൂടെ പരിശ്രമിച്ച് ചെയ്യേണ്ടതായ ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ കൂട്ടുവേലക്കാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകർ എന്നുള്ള ദൗത്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഭാഗം അവസാനിപ്പിക്കുന്നത് 3:16 പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നുള്ള ചിന്ത വളരെ സ്പെസിഫിക്കായിട്ട് തന്നെ വരുന്ന വാക്യങ്ങളിൽ പൗലോസ്ലീഹ അടിവരയിട്ട് പറയുന്നു. ഇവിടെ ഒന്നാമതായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. എന്നാൽ 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടെ ക്രിസ്തീയ സുവിശേഷകരെക്കുറിച്ചും പ്രവർത്തകരെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അല്ലെ ഗൃഹനിർമ്മാണത്തിൻ്റെ ശില്പികളാകുന്നു എന്നാണ്. അതൊരു ഗൃഹനിർമ്മാണവും നാം ശില്പികളുമാകുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. രണ്ടാമതായിട്ട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങൾ
ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണമാണ്. അവിടെ ഈ വേദഭാഗം ആരംഭിക്കുന്നത് എനിക്ക് ലഭിച്ച ദൈവകൃപയനുസരിച്ച് ജ്ഞാനമുള്ളൊരു മുഖ്യ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. എനിക്ക് ദൈവകൃപ ലഭിച്ചതനുസരിച്ച് ജ്ഞാനമുള്ളൊരു മുഖ്യ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. മറ്റൊരാൾ അതിന്മേൽ പണിതുയർത്തുന്നു. കൊരിന്ത് സഭയിൽ പൗലോസ്ലീഹ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമിട്ടു. എന്നാൽ അപ്പല്ലോസിനെ പറയുന്നത് അതിൻ്റെ മുകളിൽ വീണ്ടും ആ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗൃഹനിർമ്മാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ അത് അപ്പല്ലോസ് അത് തുടർന്നു. ഇവിടെ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത് മുഖ്യ ശില്പിയായി, ആർക്കിടെക്റ്റായി പൗലോസ് ഈ ഗൃഹത്തിൻ്റെ അടിസ്ഥാനം നിർവഹിച്ചു. ആ അടിസ്ഥാനത്തെ പറ്റിയും യെശയ്യാ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പ്രവാചക സന്ദേശം ഇപ്രകാരമാണ്: ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനം, മൂലക്കല്ല്, ആ മൂലക്കല്ലിന്മേലാണ് ക്രൈസ്തവ സഭ, കർത്താവിൻ്റെ ഗൃഹം പണിയപ്പെടുന്നത്. അവിടെ യേശുക്രിസ്തുവാണ് അടിസ്ഥാന ശില. ആ ശിലയിന്മേലാണ് പിന്നീട് ആ ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സൗധത്തിൻ്റെ കെട്ടുപണി നടക്കുന്നത്. നമ്മളെല്ലാവരും ആ ഗൃഹത്തിൻ്റെ കെട്ടുപണിക്കാരാണ്, ഗൃഹനിർമ്മാണത്തിൻ്റെ കെട്ടുപണിക്കാർ. ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലയിന്മേൽ ദൈവരാജ്യമാകുന്ന പ്രധാന സൗധത്തിൻ്റെ കെട്ടുപണിക്കാരായിട്ടാണ് നാം ഓരോരുത്തരും ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ എന്നുള്ള ഉൾബോധം നമ്മിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള സമർപ്പണത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇവിടെ പറയുന്നത് ജ്ഞാനമുള്ള മുഖ്യശില്പി. അങ്ങനെ ജ്ഞാനമുള്ള മുഖ്യശില്പിക്ക് മാത്രമേ ആ കെട്ടിടത്തിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രമുണ്ടാകുകയുള്ളൂ. ആ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ ശില്പി അതിന് രൂപരേഖയുണ്ടാക്കുന്നത്. ഇവിടെ പൗലോസ് പ്രധാന ശില്പിയായിട്ട് കൊരിന്ത് സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടിയാണ് പൗലോസ് ക്രിസ്തുവാകുന്ന അടിസ്ഥാന കല്ല് കൊരിന്തിൽ സഭയെ പണിയുവാൻ തക്കവണ്ണം അടിസ്ഥാനമിട്ട് ആരംഭിച്ചത്. യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു അടിസ്ഥാന കല്ലും ആർക്കും ഇടുവാനുള്ള അധികാരമില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കല്ല്, മൂലക്കല്ലെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ കല്ലിൻ്റെ മേൽ ആ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് തുടർന്നു വരുന്ന ഓരോ ശുശ്രൂഷകരുടെയും ഉത്തരവാദിത്തം. എന്നാൽ ഇതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഈ ഗൃഹനിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ളവരുടെ പരിശുദ്ധിയാണ്.
ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യവുമാണ്. കർത്താവിൻ്റെ ഗൃഹനിർമ്മാണത്തിൽ പങ്കാളികളായ നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷയിലെ പരിശുദ്ധിയാണ് ആവശ്യമായിട്ടുള്ളത്. സാധാരണ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു തുണിത്തരമാണ് കൈത്തറി. ഈ കൈത്തറി തുണികൾ നെയ്തെടുക്കുന്ന നെയ്ത്തുശാലകളിലേക്ക് ചെല്ലുമ്പോൾ അവർ വളരെ വേഗം, ഇന്ന് മിഷനൊക്കെ ആണെങ്കിൽ ആദിമകാലത്ത് തറികളായിരുന്നു, കാലുകൊണ്ട് ചവിട്ടി പ്രവർത്തിക്കുന്ന തറികളായിരുന്നു ഈ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നത്. അവിടെ ആ തുണി നെയ്യുന്ന ആൾ ഒരു പീഠത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കാലുകൊണ്ട് താഴെ ആ അച്ചിൻ്റെ ഭാഗം ചവിട്ടിത്താക്കുമ്പോൾ ആ തറിയിലൂടെ ഒരു നെയ്ത്തോടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും. ആ നെയ്ത്തോടം ഓടുമ്പോഴാണ് നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്യുന്നത്. എന്നാൽ ചില സ്ഥലങ്ങൾ വരുമ്പോൾ ഈ നൂലുകൾ പൊട്ടും. ഉടനെ അവിടെ ഇരിക്കുന്ന മനുഷ്യൻ തൻ്റെ 2 വിരലുകൾ കൊണ്ട് ആ പൊട്ടിയ നൂൽ അവിടെ അങ്ങ് ഞെരടി വയ്ക്കും. ചില തുണിത്തരങ്ങൾ എടുക്കുമ്പോൾ വളരെയേറെ ഞെരടുകൾ അത് കാണും. അതുകൊണ്ട് അത് ലാസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അത് മാറ്റിവെക്കും. ആ ഞെരടൊന്നുമില്ലാതെ വളരെ ഭംഗിയായി മിനുസമായി ഇരിക്കുന്ന തുണിത്തരങ്ങളാണ് ആളുകൾ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ചില തുണികൾ നോക്കുമ്പോൾ, ധാരാളം ആളുകൾ നോക്കുമ്പോൾ അതിനകത്ത് ധാരാളം ഞെരടുകൾ കാണും, കരടുകൾ പോലെ. വളരെ ശ്രദ്ധയോടുകൂടി ജ്ഞാനത്തോടുകൂടിയുള്ള ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായി ക്രൈസ്തവ ശുശ്രൂഷയുടെ നിർവഹണം പരിശുദ്ധിയോടുകൂടെ നിർവഹിക്കും. കരടുകളില്ലാതെ, ഞെരടുകളില്ലാതെ നിർവഹിക്കും. അതുകൊണ്ടാണല്ലോ ഇന്ന് സ്വർണത്തിൻ്റെ വില വളരെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വർണത്തിനും അതിൻ്റെ പരിശുദ്ധിയുടെ അളവനുസരിച്ച് ഹോൾമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര ക്യാരറ്റ് സ്വർണം എന്ന് അതിൻ്റെ മാറ്റനുസരിച്ച്, പരിശുദ്ധിക്കനുസരിച്ച് അതിന് ഹോൾമാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോൾമാർക്കിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സ്വർണത്തിൻ്റെ വിലയും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ഗുണം അളക്കുന്നത് അതിൻ്റെ മാറ്റനുസരിച്ചാണ്, അതിൻ്റെ പരിശുദ്ധി അനുസരിച്ചാണ്. അതുപോലെ ദൈവരാജ്യത്തിൻ്റെ കെട്ടിപ്പണിക്കാരായി പ്രവർത്തിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെ പരിശുദ്ധി അളക്കുന്നതായ ഒരു സമയമുണ്ട്. അതിലെ വിശ്വസ്തത, അതിലെ നിർമ്മലത, അതിലെ കഠിനാധ്വാനം, അതിലെ സമർപ്പണം, അതിൻ്റെ ശുശ്രൂഷയുടെ മഹത്വം, ഇതൊക്കെയും പരിശോധിപ്പിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. അതനുസരിച്ചാണ് ദൈവം തമ്പുരാൻ നമുക്ക് പ്രതിഫലം നൽകുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഗൃഹ നിർമ്മാണത്തിൽ പങ്കാളികളായിരിക്കുന്ന, ഗൃഹനിർമ്മാണത്തിൻ്റെ കെട്ടുപണിക്കാരായിരിക്കുന്ന നമ്മളുടെ ആത്മീയമായ ശുശ്രൂഷയിൽ അത് എപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നത്? അത് സുവിശേഷ പ്രവർത്തകർ മാത്രമല്ല, സുവിശേഷം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ദൈവവചനത്തോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നു എന്നും, അതെൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുന്ന വചനവും ഞാൻ ധ്യാനിക്കുന്ന വചനവും എൻ്റെ ജീവിതത്തിലത് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നും നമ്മൾ ആത്മപരിശോധന നടത്തണം. അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ എണ്ണ ഉയർന്നു കിടക്കുന്നത് പോലെ, അടിവശം മുഴുവനും വെള്ളവും മേളിൽ മാത്രം എണ്ണയും തെളിഞ്ഞു കിടക്കുന്നത് പോലെ
വളരെ പെരിഫറലായിട്ടുള്ള അല്ലെങ്കിൽ മുകളിൽ മാത്രമുള്ള ഒരു ആത്മീയതയാണ് നമ്മളുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഉള്ളത് എങ്കിൽ അത് പരിശോധിക്കപ്പെടും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് ദൈവവചനത്തോടുള്ള സമീപനം നമ്മളുടെ ഹൃദയപൂർവമുള്ള സമീപനമായിരിക്കണം. ലാഘവത്തോടോ ഉദാസീനതയോടോ ദൈവവചനം കേൾക്കുവാനോ ധ്യാനിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരിക്കലും ഇടയായിത്തീരരുത്. ആത്മീയമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശുശ്രൂഷ, പാട്ടുകാരൻ പാടിയതുപോലെ, വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. എൻ്റെ കർത്താവിൻ്റെ വേല തികയ്ക്കുവാൻ തക്കവണ്ണം അവനോടൊപ്പം കൂട്ടുവേലക്കാരനായി ആ ഗൃഹത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വിശ്വസ്തയോടും നിഷ്കളങ്കതയോടും സമർപ്പണത്തോടും കൂടെ ആ വേല തികയ്ക്കുന്നതാണ്, എൻ്റെ കർത്താവിൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം എന്നുള്ള ആപ്തവാക്യം നമ്മളുടെ ഉള്ളിൽ ഓരോ നിമിഷവും അടിവരയിട്ട് ഓർത്തുകൊണ്ട് നമ്മളുടെ ആത്മീയ ശുശ്രൂഷകളെയും ജീവിതത്തെയും നിർവഹിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.